ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് പുഴുക്ക്. പച്ചക്കായും ചെറുപയറും വൻപയറും സീസൺ ആണെങ്കിൽ കപ്പയും കൂടെ ചേർക്കാം. കേരളത്തിന്റെ ഒരു ട്രഡീഷണൽ ഡിഷാണ് അല്ലേ ഇത്. പലതരം പച്ചക്കറികൾ കൊണ്ട് പല രീതിയിൽ ഉണ്ടാക്കാറുണ്ട്. അതിലൊരു രീതിയാണ് ഇന്ന് ഞാൻ ചെയ്യുന്നത്. ഇത് അറിയാവുന്നവർക്ക് സ്കിപ്പ് ചെയ്യാട്ടോ. നമസ്തേ, ഞാൻ ധന്യ. ഇത് വെജ് കേരള. പുതിയ സബ്സ്ക്രൈബേഴ്സിന് എല്ലാവർക്കും വെൽക്കം. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടണും ഒന്ന് പ്രസ് ചെയ്യണം. അതിൻ്റെ കൂടെയുള്ള ബെൽ ബട്ടണിൽ ഓളും കൂടി ഒന്ന് സെലക്ട് ചെയ്യണേ. എന്നാലേ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ ഒക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പോൾ റെസിപ്പിയിലോട്ട് പോകാം. ഇതിനു വേണ്ടി ഞാൻ 250 ഗ്രാം പച്ചക്കായ എടുത്തിട്ടുണ്ട്, ഒരു 1/4 കിലോ. പച്ചക്കായ തോല് കളയാതെ തന്നെ കഴുകി വൃത്തിയാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതുപോലെ. ചെറുപയർ എടുത്തിട്ടുണ്ട് 1/4 കപ്പ്. ഇത് കുതിർക്കുന്നതിന് മുന്നേ ഉള്ള അളവാണ്. 6 മണിക്കൂർ കുതിർത്ത് വെച്ചതിന് ശേഷമുള്ളതാണ് ഇത്. വൻപയർ എടുത്തിട്ടുണ്ട് 1/4 കപ്പ്. കുതിർക്കുന്നതിന് മുന്നേ ഉള്ള അളവാണ്. 2 മണിക്കൂർ കുതിർത്തതിന് ശേഷമുള്ളതാണ് ഇത്. അടുത്തത് കപ്പയാണ്. അത് ഒരു 200 ഗ്രാം എടുത്തിട്ടുണ്ട്. ഇത് നിർബന്ധമില്ല, ഒട്ടും നിർബന്ധമില്ല. ഞാൻ സീസൺ ആണെങ്കിൽ മാത്രമേ ഞാനും ഇത് ചേർക്കാറുള്ളൂ. കപ്പ ചേർത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇത് നല്ലൊരു വെയിറ്റ് ലോസ് റെസിപ്പി ആവും കേട്ടോ. നല്ലൊരു ഡയബറ്റിക് ഫ്രണ്ട്ലി റെസിപ്പിയും കൂടെ ആവും. കപ്പ ഒരു 3-4 തവണ വാഷ് ചെയ്ത് ഒരു 2 മിനിറ്റ് വെള്ളത്തിലിട്ട് തിളപ്പിച്ച് ആ വെള്ളം കളഞ്ഞതിന് ശേഷം മാത്രമേ പിന്നെ നമ്മൾ ശരിക്കുള്ള കുക്കിങ്ങിന് ഉപയോഗിക്കാൻ പാടുള്ളൂ. അതിനകത്തുള്ള ഒരു പോയ്സൺ കോമ്പൗണ്ടിനെ കളയാൻ വേണ്ടിയിട്ടാണത്. ആ വെള്ളം ഡിസ്കാർഡ് ചെയ്യുക. ഇപ്പോൾ പറഞ്ഞ 4 ഇൻഗ്രീഡിയൻസും പച്ചക്കായ, ചെറുപയർ, വൻപയർ, കപ്പക്കിഴങ്ങ്, ഇത് 4ഉം ഞാനൊരു കുക്കറിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 3/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 3/4 ടീസ്പൂൺ തന്നെ ചുമന്ന മുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. എരിവ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം കേട്ടോ. ജീരകം എടുത്തിട്ടുണ്ട് 1 ടീസ്പൂൺ. ഇതിൽ പച്ചക്കായ്ക്കും കപ്പയ്ക്കും പയറുവർഗ്ഗങ്ങൾക്കും ഒക്കെ ഗ്യാസ്ട്രിക് ഇഷ്യൂസ് തരുന്നൊരു സ്വഭാവമുണ്ട്. അതുകൊണ്ട് കുക്ക് ചെയ്യുന്നതിൻ്റെ കൂടെ ജീരകം ചേർത്താൽ അതിൻ്റെ ഗുണം മാക്സിമം നമുക്ക് കിട്ടും. അതുകൊണ്ടാണ് ഈ സമയത്ത് ചേർത്ത് കൊടുക്കുന്നത്. കുറച്ച് ഫ്രഷ് കറിവേപ്പില ചേർക്കാം. 2 പച്ചമുളക്, നല്ല എരിവുള്ളതാണ്. ചുമന്ന മുളക് പൊടിയും പച്ചമുളകും സൂക്ഷിച്ച് ചേർക്കാം. കുക്കറിൽ വേവിക്കുന്നതായതുകൊണ്ട് ഉപ്പും പാകത്തിന് ഇപ്പം തന്നെ ചേർത്ത് കൊടുക്കാം. പച്ചക്കറിയുടെ ലെവലിനനുസരിച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ഒരു 1/2 ലിറ്ററിനടുത്ത് വെള്ളം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒന്നും കൂടെ നമുക്ക് നോക്കാം. ഇനിയും വെള്ളം ആവശ്യമുണ്ടോ എന്ന് നോക്കാം. മിക്സ് ചെയ്തപ്പോൾ എനിക്ക് തോന്നുന്നുണ്ട് ഒരു കുറച്ച് വെള്ളം കൂടി വേണ്ടി വരുമെന്ന്. ഒരു 1/2 കപ്പ് വെള്ളം കൂടി ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. മാത്രമല്ല, എപ്പോഴും കുക്കറിൻ്റെ ഏത് അളവെടുത്താലും കുക്കറിൻ്റെ 1/4 ഭാഗത്തോളം മാത്രമേ ടോട്ടൽ ക്വാണ്ടിറ്റി വരാൻ പാടുള്ളൂ. ഇല്ലെങ്കിൽ അത് പുറത്തേക്ക് പെട്ടെന്ന് ഒഴുകാൻ തുടങ്ങും, വെള്ളം ഒഴുകാൻ തുടങ്ങും. ആവശ്യത്തിന് കുക്ക് ചെയ്യാൻ ആവശ്യത്തിന് വെള്ളം ഉണ്ടാവുകയില്ല. അത് നോക്കി വെള്ളം ഒഴിക്കാം. കുക്കർ അടയ്ക്കുന്നുണ്ട് കേട്ടോ. ഞാനിത് വെക്കുന്നത് ഒരു മീഡിയം ഫ്ലെയിമിലാണ്. ഒരു 4 മുതൽ 5 വിസിൽ വരെ കളഞ്ഞിട്ട് എടുക്കാം. അപ്പോഴേക്കും നമുക്ക് ഇതിലേക്ക് വേണ്ട തേങ്ങ അരപ്പ് തയ്യാറാക്കാം. അതിനുവേണ്ടി ഞാൻ എടുത്തിട്ടുള്ളത് 1 കപ്പ് ചിരവിയ തേങ്ങ, വെളുത്തുള്ളി ഒരു 4 മുതൽ 5 വരെ അല്ലികൾ എടുക്കാം, ഒരു മീഡിയം സൈസിലുള്ളത്. കറി ലീവ്സ് എടുത്തിട്ടുണ്ട് 1 തണ്ട്. ചെറിയുള്ളി എടുത്തിട്ടുണ്ട് ഒരു 4 മുതൽ 5 വരെ, മീഡിയം ടു ലാർജ് സൈസിലുള്ളത്. ഇതെല്ലാം കൂടെ മിക്സിയിൽ ചേർത്ത് ഒരു 3 മുതൽ 4 പൾസ് കൊടുക്കുമ്പോഴേക്കും ഈ ഒരു പരുവത്തിനായി കിട്ടും. ഇതാണ് നമുക്ക് വേണ്ടത്. അപ്പോഴേക്കും നമ്മുടെ കുക്കറിൽ വെച്ചിട്ടുള്ള വെജിറ്റബിൾസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് തുറക്കാം. ഇതാ പയറൊക്കെ മേലെ വന്ന് കിടക്കുന്നുണ്ട്. നമുക്കിതൊക്കെ ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്യാം. ജീരകത്തിൻ്റെ മണമൊക്കെ നല്ലോണം വരുന്നുണ്ട്. ജീരകം ഇങ്ങനെ ചേർത്ത് കൊടുത്താൽ വയറിന് ഒട്ടും പ്രശ്നങ്ങൾ ഉണ്ടാവില്ല കേട്ടോ. പ്രിപ്പയർ ചെയ്ത് വെച്ച തേങ്ങ അരപ്പ് ചേർത്ത് കൊടുക്കാം. ചേർത്തിട്ട് നന്നായിട്ട് ആ തേങ്ങ എല്ലാ സ്ഥലത്തും എത്തുന്ന വിധത്തിൽ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം.
ചിലർക്ക് പുഴുക്ക് നന്നായിട്ട് ഉടഞ്ഞു കലങ്ങിയിട്ടായിരിക്കും ഇഷ്ടം, ചിലർക്ക് കുറച്ച് ഡ്രൈ ആയിട്ടായിരിക്കും ഇഷ്ടം. എനിക്കൊരു മീഡിയം പോലെയാണ്, കുറച്ച് കുഴഞ്ഞതും ഇടയ്ക്ക് കുറച്ച് കടിക്കാൻ കിട്ടുന്ന തരത്തിലും അങ്ങനെയാണ് എനിക്കിഷ്ടം. ഇന്ന് ഞാൻ പ്രിപ്പയർ ചെയ്യുന്നതും അതുപോലെയാണ്. അതുകൊണ്ട് കഷ്ണങ്ങളൊന്നും വല്ലാതെ അങ്ങോട്ട് ഉടയ്ക്കുന്നില്ല. മിക്സ് ചെയ്തതിന് ശേഷം അടച്ചു വെച്ച് ഒരു ചെറിയ തീയിൽ 30 സെക്കൻഡ് നേരം വെക്കാം. അതിനുശേഷം തുറന്ന് കുറച്ച് ഫ്രഷ് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ 2 ടേബിൾ സ്പൂൺ പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇതാണ് ആ പുഴുക്കിൻ്റെ രുചി ശരിക്കും അങ്ങോട്ട് ലെവലപ്പ് ആക്കുന്നത്. അതുകൊണ്ട് ഈ ഒരു സ്റ്റെപ്പ് മിസ് ചെയ്യരുത് കേട്ടോ. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ നമ്മുടെ പുഴുക്ക് റെഡിയാണ് കേട്ടോ. കായ, ചെറുപയർ, വൻപയർ പുഴുക്ക്. ആവശ്യമുണ്ടെങ്കിൽ മാത്രം കപ്പ ചേർക്കാം. കപ്പ ചേർത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതൊരു വെയിറ്റ് ലോസ് റെസിപ്പിയാണ്, ഡയബറ്റിക് ഫ്രണ്ട്ലി റെസിപ്പിയും കൂടെയാണ്. അപ്പോൾ വീട്ടിലെല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയൂ കേട്ടോ. ഇനി മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെ ബൈ ഫ്രം ധന്യ.